हाँ वसीम भाई बोलो। ठीक है, ओके। अरे इंशाल्लाह पहुंच जाएंगे वसीम भाई। खुदा हाफिज। अड़ा सलीम, കാറിൽ നീ സിഗരറ്റ് ഇല്ലടാ. അടാ സലീം. സലീമും ജഹാംഗീർ ഒന്നും ഇല്ലാന്ന് പറഞ്ഞേക്കും മീനാക്ഷമ്മേ. ഇയാള് പറഞ്ഞിട്ടന്നല്ലേ ആ ആശ്രയകർ എവിടേക്കാ പോയത്? എന്താ മീനാക്ഷമ്മേ? വെറുതെ ഇരുന്ന് ബോറടിക്കാൻ നമ്മൾ രണ്ടാളുമല്ലേ. അവര് വരാൻ ഒരുപാട് വൈകും. ചീറ്ററിയുമോ? ഒരു ടൈം പാസിന്. അറിയില്ല. കാശ് വെക്കാണ്ട് കളിക്കാം, പേടിക്കണ്ട. ഒരു ജോലിക്ക് ഇരിക്കെ, ഞാൻ പഠിപ്പിച്ചു തരാം. വേണ്ട, എനിക്കിഷ്ടല്ല. ഒക്കെ അറിയണ്ടേ? നിങ്ങൾ ബോംബെ വന്നിട്ടില്ലേ? ഇല്ല. രാജൻ വരുന്നുണ്ട്, കൂടെ വരുന്ന്. അവിടെ നമ്മളുടെ ഗസ്റ്റ് ഹൗസിലെ 4 മുറി എയർ കണ്ടീഷനാ. ഹോട്ടലൊന്നും വേണ്ട. ബോംബെ ഒക്കെ കാണണ്ടേ അല്ലേ? അരെ ഏക് മിനിറ്റ് റോജി, ഒന്നില്ലെങ്കിൽ നമുക്ക് വർത്താനം പറഞ്ഞിരുന്നോടെ. കടന്ന് പുറത്തു പോടോ. മീനാക്ഷമ്മേ, മീനാക്ഷമ്മേ. എവിടെ പോവാന്? നമ്മുടെ വീട്ടിൽ നിന്ന് എവിടേക്കാ പോവാന്? ഒച്ചയും വിളിയൊന്നും കൂട്ടണ്ട. മുന്തിയ മീൻ തെരഞ്ഞു പോയിട്ടുണ്ട് ആ തള്ള. 100 രൂപയും കൊടുത്തിട്ടുണ്ട്. ദേവി, എന്തു പറ്റി? സാരമില്ല, എന്തായാലും പേടിക്കണ്ട. ഞാനില്ലേ കുട്ടി. വാ കുമാരേട്ടാ, കുറച്ച് തണുത്തോളം കൊടുക്കും. നേരത്തെ വല്ലതും കഴിച്ചു കിടക്കും. ഡോണ്ട് വറി, എല്ലാം എന്റെ തെറ്റ്. പക്ഷേ പേടിക്കണ്ട, എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഞാനല്ലേ പറയുന്നത്, പോയി റെസ്റ്റ് ചെയ്യൂ. ഇവിടെ ഞാനുണ്ട്. ധൈര്യമായിരുന്നു. ഞാനിതേ ചോദിച്ചുള്ളൂ, മാഡം ചീട്ട് കളിക്കാൻ അറിയുന്നത്. ചീട്ടയും കശയ്ക്ക് നമ്മൾ നിന്നപ്പോ ഇറങ്ങിയൊരു പോക്ക്. കമാലെ, ഞങ്ങളെന്നാ പെണ്ണുകളെ കാണാത്തവരോ? അരെ ബാത് ദേഖേ ഹംനെ. ഞാനാണ് രാജൻ. കേട്ടു ഓർക്കെ. നീ മാത്രം അകത്ത് വരാം. ദേവി ഇവിടെ വന്നോ? വാ അകത്ത് വാ, പറയട്ടെ. ദേവി, ദേവി, അവളവിടെ. ഒരു സെക്കൻഡ്. ദേവി, ദേവി, ഉറങ്ങിയോ? കണ്ടല്ലോ. ഒന്നുമില്ല. ഭദ്രമായി ഇവിടെ എത്തിയോന്നറിയാൻ രാജൻ വന്നതാ. ഇനി വാതിലടച്ച് കിടന്നോളൂ. ക്ലോസ് ദ ഡോർ. കണ്ടല്ലോ, ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു വിഷമവും ഇല്ല. ഇനി നിനക്ക് പോവാം. നിനക്ക് പോകാമെന്ന്. അവളിനി ഇവിടെയാണ്, രക്ഷിക്കാൻ അറിയാവുന്നവരുടെ സ്ഥലത്ത്. പൊന്നുപോലെ, പൂവ് പോലെ, ഒരു പോറല് പോലും ഏൽക്കാതെ അവൾ ഇവിടെ നിൽക്കും. നീ പുറത്തു പോ. നോക്കി രക്ഷിക്കാൻ എന്റെ ഭാര്യയെ തടഞ്ഞു വെക്കാൻ നീ ആര്? അവൾ നിനക്കാര്? അവളോ, നിനക്ക് ഞാൻ ഏൽപ്പിച്ച മുതൽ കരള് പറിച്ചെടുത്ത് തരും പോലെ വേദന കടിച്ചു പിടിച്ച് നിനക്ക് ഏൽപ്പിച്ചു തന്ന മുതൽ. നിനക്കതിന് യോഗ്യതയില്ല,
രക്ഷിക്കാൻ കഴിവുമില്ല എന്ന് ബോധ്യമായപ്പോൾ ഞാൻ തിരിച്ചെടുത്തു. അത്ര തന്നെ. നൗ ഗെറ്റ് ഔട്ട്. ദേവി പുറത്തു വരാൻ. അവൾ വരുന്നെങ്കിൽ കൊണ്ടുപോ. അവൾ വരില്ല. ആ വ്യവസ്ഥയും ഞാൻ മാറ്റുന്നു. അവൾക്ക് സമ്മതമാണെങ്കിൽ കൂടി ഞാൻ അയക്കുന്നില്ല. എന്നാലോ? എങ്കിൽ നിന്റെ ശവം ചവിട്ടിയിട്ടാവും ഞാൻ കൊണ്ടുപോകുന്നത്. വേണു, അല്ല എത്ര കാലായിടോ കണ്ടിട്ട്? ഗഡുബട് ഉണ്ടാക്കാൻ ഇയാളുടെ പെണ്ണുകളെ താൻ തടഞ്ഞു വെക്കണം. വിട്ടയക്ക്. കച്ചറിയും കുലുമലും വേണ്ട. പുറത്ത്. പഞ്ചായത്തിന് നിന്നെ വിളിച്ചില്ല. ഗെറ്റ് ഔട്ട്. വേണുഭായ്, അരേ വിളിച്ചോണ്ട് പോയി സ്ഥലം ശുദ്ധമാക്ക്. നാളെ നമുക്ക് ഇവിടെ ഒന്ന് പുണ്യാഹം തളിക്കണം കുമാരേട്ടാ. എന്താ പതിവില്ലാതെ ഈ വഴി? ഒന്നുമില്ല. ഞാൻ വന്നത് രാജന്റെ കാര്യം പറയാൻ തന്നെയാ. അത് കഴിഞ്ഞില്ലേ? നക്കാപ്പിച്ച കൊടുത്ത് ഭാഗം പിരിച്ചോടെ രാജന്റെ കേസ് തീർന്നില്ല. ഇനിയിപ്പോ എന്ത് പറയാൻ? വിസ്തരിക്കണ്ട പുണ്ണി. ഈശ്വര സഹായം കൊണ്ട് അവൻ വലിയൊരു സ്ഥാനത്തിരിക്കുന്നുണ്ട്. നമുക്കത് മതി. അതൊക്കെ ശിവേട്ടന്റെ മനസ്സാ. ശിവേട്ടനെ പറ്റിച്ച കാശുകൊണ്ടാണ് ഇയാൾ വിലസിയിരിക്കുന്നത് ഇക്കണ്ട കാലം എന്നും ഞങ്ങൾക്കറിയാം. ഒക്കെ രാജൻ പറഞ്ഞിരിക്കണു. അതിന് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല. പക്ഷേ നേരായ വഴിക്ക് നടക്കണം, അത്യാപത്തിൽ ചെന്ന് ചാടരുത് എന്ന് രാജനെ നിങ്ങൾ ഉപദേശിക്കണം. ഈ കുടുംബത്തോട് എനിക്കുള്ള കടപ്പാടെന്നോ സ്നേഹമെന്നോ. എന്ത് സ്നേഹം? ശിവേട്ടനെ പറ്റിച്ച് എന്റെ പാപം തീരട്ടെ വെച്ചിട്ടല്ലേ നക്കാപ്പിച്ച സഹായങ്ങൾ ചെയ്തിരുന്നത്. അച്ഛൻ ഇത് കേട്ടോളൂ. ആ മരിച്ച ആളുടെ അനുഗ്രഹം കൊണ്ട് ഇന്ന് നമ്മുടെ കുട്ടി ഇയാളേക്കാൾ വലിയ സ്ഥാനത്തെത്തി. അതിന് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അസൂയക്ക് മരുന്നില്ലാന്ന് പറയും. രാജൻ നന്നാവണേലുള്ള അസൂയ അമ്മയും അച്ഛനും ഉണ്ടായിപ്പോയി. അല്ലെങ്കിൽ എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല. എന്തോ നല്ല കാലം മാനം കെടാതെ ആ പെണ്ണ് രക്ഷപ്പെട്ടു. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അല്ല നീ ഇയാളെന്റെ മുഖത്ത് നോക്കി പറയട്ടെ. എന്താ ഇത്ര വേഗം പോകാൻ? ഞാൻ അങ്ങോട്ട് വരാനിരുന്നതാ. സൂപ്രണ്ടിങ് എഞ്ചിനീയർ വരണ ദിവസാ. കുറച്ച് തിരക്കില്ല. ഞാൻ കാണുമെന്ന് വിചാരിച്ചത് ദേവി കുറച്ചു ദിവസം ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന് പറയാനാ. അവിടെ എന്താ കുഴപ്പം? കുഴപ്പമുണ്ടായിട്ടല്ല, രാജനായിട്ട് ചെറിയ അസുരം. അപ്പൊ എനിക്ക് തോന്നി. രാജന് തോന്നിയിട്ടില്ലല്ലോ. ദേവി ഇപ്പോ പണം വരണ സമയമാണെന്നാ കേൾക്കണേ. നിങ്ങൾ അവിടുന്ന് പോന്നപ്പോൾ അവന്റെ ദേശവും തെളിഞ്ഞു എന്ന് തന്നെ പറയാം. ഈ സമയത്ത്
ഒന്നും രണ്ടും പറയുന്ന പേരിൽ അവള് പോരണം, അത് കേസാവണം. അതല്ല, അതിന് അവളെ പറഞ്ഞ് തിരിപ്പിക്കണുണ്ടാവും. എന്നിട്ട് അവൻ ചെറുപ്പത്തിന്റെ എടുത്തിയാട്ടം കൊണ്ട് വേറെ വല്ല ദിക്കിലും ചെന്ന് പെടണം. ഇതല്ലേ വേണ്ടത്? വേറൊരുത്തൻ നന്നാവണമെന്ന് കണ്ടാൽ സഹിക്കില്ല, അല്ലേ? മനസ്സ് നന്നാവണം. ഹേ, മനസ്സ് നന്നാവണം. ഞാൻ പോണു, എനിക്ക് തിരക്കുണ്ട്.